എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രജനി വ്ളോഗ്സിൽ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ചോറ് വയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, അതെല്ലാവരും വെക്കുന്നതാണ്. ഇവിടെ പൊതുവേ ബസുമതി പച്ചരി പോലത്തെ അരികളാണ്, 10 മിനിറ്റ് കൊണ്ട് റെഡിയാകുന്ന അരികളാണ് ഇവിടെയൊക്കെ വെക്കാറ്. നാട്ടിലെ പോലെ മട്ടരി അല്ല ഞാൻ വെക്കുന്നത്, അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. 10 മിനിറ്റ് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ചാൽ 10 മിനിറ്റ് ഉണ്ടാവും. പക്ഷെ കൂട്ടാൻ വെക്കണത് നമുക്കൊരു ചലഞ്ചാണല്ലേ പലപ്പോഴും. പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ഡൽഹിയിലാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്, അതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി നല്ലോണം ഉണ്ട്. തന്നെയല്ല, ഈ അടുക്കള എൻ്റെ ചെറിയൊരു അടുക്കളയാണ്. ഇതിനുള്ള അധികം വെന്റിലേഷനൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര ഉഷ്ണമാണ്. വേർത്ത് കുളിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും. അപ്പം ഇന്ന് ഭയങ്കര മടി, അധികം വലിയ പ്രൊസീജിയർ ഇതൊന്നും ചെയ്യാൻ വയ്യ. അതായത് തേങ്ങ അരച്ച് കൂട്ടുക അങ്ങനെയുള്ള വർക്ക് അതൊന്നും ചെയ്യാൻ വയ്യ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കണത്, ആ മടി എല്ലാവർക്കും കാണുമല്ലോ, എന്നെ പോലുള്ള മടി. ചില ദിവസങ്ങൾ നമ്മൾ മടി പിടിച്ചിരിക്കും, എല്ലാവർക്കും പെട്ടെന്നൊന്നും ഉണ്ടാക്കാനൊന്നും തോന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കും വേണം. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 2 ഐറ്റമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു പടവലങ്ങ ഉപ്പേരി, പിന്നെ ഒരു കുമ്പളങ്ങ കൂട്ടാനും. അത് ഞാൻ എൻ്റെ വീട്ടിൽ അരച്ച് വയ്ക്കുന്ന കൂട്ടാനുകളൊക്കെയാണ് കൂടുതലെങ്കിലും. കല്യാണം കഴിഞ്ഞ് പോയി ഭർത്താവിൻ്റെ വീട്ടിൽ പോയി പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഭയങ്കര നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സബ്സ്ക്രൈബും ലൈക്കും അതുമാതിരി കമൻറ്റൊക്കെ വളരെ കുറവാണ് എൻ്റെ ചാനലിൽ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാനും നല്ല നല്ല മെസ്സേജ് തരാനും ഈ ചാനലിൽ കൂടെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് ചോദ്യം വരും. കഷ്ടപ്പാട് എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. യൂട്യൂബ് ചാനലും എല്ലാവരും ചെയ്യുന്ന മാതിരി എനിക്കൊരു മോഹം, എനിക്കറിയുന്ന കാര്യങ്ങൾ, അതുമാതിരി എൻ്റെ അമ്മയുടെ കുറേ റെസിപ്പീസ് ഞാൻ ഇടാറുണ്ട്. അമ്മയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അമ്മ പറയുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാനും കഴിവുകളെ മനസ്സിലാക്കാനും ആൾക്കാർക്കൊക്കെ ഒരു ഗുണം ചെയ്യാനൊക്കെ ഒരു വേദിയാണല്ലോ ഇത്. അങ്ങനെയാണ് ഞാനും തുടങ്ങിയത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുള്ളൂ. നമുക്ക് പുതിയ പുതിയ നോർത്ത് ഇന്ത്യൻ ഐറ്റംസൊക്കെ ഇനി കുറേ ഇടാനുണ്ട്. പക്ഷേ അതിന് നമുക്കൊരു മോട്ടിവേഷൻ എന്നുള്ളത് നിങ്ങളാണ്. നിങ്ങൾ എത്രയും സബ്സ്ക്രൈബും അതൊക്കെ ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇടാനൊരു ഇതും നമുക്കൊരു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ലൈക്ക് അടിക്കാൻ എത്രയും വിഷമമുള്ളൂ, അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ എല്ലാവരും ചെയ്യുക, കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. പരിപ്പ് അടുപ്പത്തിട്ടുണ്ട്. കുക്കറിലൊരു 2 വിസിൽ വരുന്ന മാതിരി നമുക്ക് വയ്ക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എൻ്റെ ഉപ്പിട്ട് വയ്ക്കണ കുഞ്ഞ് ഭരണിയാണ്. ഇങ്ങനെ ഭരണികളൊക്കെ ഇവിടെ ധാരാളം വാങ്ങാൻ കിട്ടും കേട്ടോ, പല സൈസിൽ. ഈ ഉപ്പൊക്കെ അതിലിട്ട് വയ്ക്കുന്നത് നല്ലതാണെന്നാണ് പറയണത്. നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഇടുന്നതിനെക്കാട്ടിലും അതിൽ കെമിക്കൽ റിയാക്ഷനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പരിപ്പ് 2 പ്രാവശ്യം 2 വിസിൽ വന്നു. നമ്മളത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അത് ഗ്യാസ് പോകുമ്പോഴേക്കും, അതിൻ്റെ ആവി പോകുമ്പോഴേക്കും നമുക്ക് ഉള്ളി മുളകും കാച്ചാനുള്ള ഉള്ളി നമുക്കിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, ഈ മെഴുക്ക് വരട്ടിയിലേക്കും കൂട്ടാനിലേക്കും നമുക്ക് ഒരേ പ്രാവശ്യം ചെയ്താൽ മതി. ഉള്ളിമുളക് കാച്ചുന്നത് ഒന്നും തന്നെ നമുക്ക് 2ഉം ആക്കിയെടുക്കാം. എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് മടിയുള്ള ദിവസം, അല്ലെങ്കിൽ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മടി മാത്രമല്ല, ടേസ്റ്റുമാണ്. എന്ന് 2ഉം കൂടി ചേർന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ കൂട്ടാൻ ഉണ്ടാക്കുകയും ചെയ്യാം. പെട്ടെന്ന് പണി കഴിയുമല്ലോ. അല്ലെങ്കിൽ ഇത് വറക്കാനും അരയ്ക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ചൂടത്ത് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഭയങ്കര ഉഷ്ണമാണ്. ഹ്യൂമിഡിറ്റി ഇക്കൊല്ലം വളരെ കൂടുതലാണ് ഇവിടെ. മറ്റേത് ഇത്ര ഉണ്ടാവാറില്ല. ഈ സമയത്ത് ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്ര അധികം ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് ഇവിടെ എയർ സർക്കിൾ ഇതൊന്നും ഇല്ലാത്ത കാരണം ഫ്ലാറ്റ് അല്ലേ. അപ്പം നമുക്ക് വിചാരിച്ച പോലെ കാറ്റും അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പിന്നെ സിമ്പിൾ കൂട്ടാനുകളൊക്കെ ഇടയ്ക്ക് പരീക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
നമ്മളിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഇവിടെ മൂത്തുണ്ട്. നമുക്ക് ആ സബോള ഇട്ട് കൊടുക്കാം. ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും നമുക്കിട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സിമ്മിൽ കിടന്ന് മെല്ലെ ആവട്ടെ. അല്ലെങ്കിൽ നമുക്ക് കുക്കർ തുറന്ന് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി മുളകും കാച്ചിയത് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന്ന് കുട്ടാലികൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ പടവലങ്ങ അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടിയും പെട്ടെന്ന് തന്നെ റെഡി ചെയ്യും. ഇപ്പോൾ കുമ്പളങ്ങ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മളിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ്. കുമ്പളങ്ങ ഇട്ട് ഒരു 2 വിസിലും കൂടി വെച്ചാൽ, എന്നിട്ട് ആ ഉള്ളിമുളകും കാച്ചിയത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡി. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ഉള്ളിമുളകും കാച്ചിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീഞ്ചട്ടിയിലേക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വേവണതാണ്. അതിൽ വെള്ളം അധികം ഒഴിക്കണമെന്ന് തളിച്ച് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഉള്ളിമുളകും നമ്മൾ കാച്ചി വെച്ചിട്ടുണ്ട്. അതാണ് അതിലെണ്ണ നമ്മളിതിലിട്ടിരിക്കുന്നത്. ഇതിൽ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് ഉടച്ച് വെച്ചാൽ 5 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് പടവലങ്ങ ഉപ്പേരി ആയി കിട്ടും. അപ്പോൾ നമ്മുടെ പടവലങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ആ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് വളരെ ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണയിൽ എണ്ണയൊക്കെ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ മണവും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ കരിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൂത്ത് കഴിഞ്ഞാൽ അത്രയും മതി. ഇതിന് പിന്നെ വേണമെങ്കിൽ ചിലർക്ക് നാളികേരം ചേർക്കണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങയും ഇവിടെ വെന്ത് ആയിട്ടുണ്ട് പരിപ്പിൽ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ആ ഉള്ളിയും മുളകും കാച്ചിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതും നല്ലൊരു മണം തന്നെയല്ലേ. കുമ്പളങ്ങ കൂട്ടാൻ വളരെ നല്ലൊരു ഹെൽത്തി കൂട്ടാനാണ്. കുമ്പളങ്ങ അറിയാലോ എല്ലാവർക്കും, വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ചൂട് കാലത്ത്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ കുമ്പളങ്ങനെ കിട്ടാനും പ്രയാസമാണ്. ഇപ്പോൾ നല്ല ഇളവനാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ടേസ്റ്റ് കൂടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കൂട്ടാനുമായി നമ്മുടെ മെഴുക്ക് പുരട്ടിയായി. ഇവിടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങ കൂട്ടാനും പടവലങ്ങ മെഴുക്ക് പുരട്ടിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.